അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ത് തന്നെ കൊട്ടിയൂർ അമ്പലത്തിൽ പോണത് അല്ലേ? അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് പ്ലാൻ ആക്കിക്കൊണ്ടുണ്ടായി കൊട്ടിയൂർ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിക്ക് എന്തെല്ലാം ആയിട്ട് മുടങ്ങിക്കൊണ്ടുണ്ടായി. പിന്നെ ഇപ്പോൾ കൊട്ടിയൂർ അമ്പലം ഒരു 2-3 ദിവസത്തിൽ ക്ലോസ് ആകുന്നില്ല അങ്ങനത്തെ വിവരം കേട്ട് അതിനെക്കൊണ്ട് എല്ലാ പണിയും ഒതുക്കി വെച്ചിട്ട് അമ്പലത്തിൽ പോയോണ്ട് നമുക്ക് അമ്പലത്തിൽ പോയിട്ട് പോകുമ്പോൾ അങ്ങനെ ഓരോരോ കാഴ്ചകളെ കണ്ടുകൊണ്ട് പോവാം. അപ്പോൾ നേരം വെളുത്തതേ ഉള്ളൂ. ഫുള്ള് മഴ അടിച്ചിന് എല്ലാം തണുപ്പ് ഇതാ നിച്ചു ജർക്കിനെല്ലാം ഇട്ടിട്ട് ഫുള്ള് സെറ്റിലിരുന്നന്. അത് ഇതാ കൈ കെട്ടിയിട്ട് ബാക്കിലിരുന്നന്. ഇതായി തന്നെ ഇതാ നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ടിരുന്നന്. നമുക്കപ്പോൾ പോയി നാസ്റ്റാക്കിയിട്ട് കൊട്ടിയൂർ അമ്പലത്തേക്ക് പോവാം. അപ്പോൾ നമ്മൾ സിദ്ധാപുരം എത്തി. നേരം വെളുത്തതേ ഉള്ളൂ. ഒരു 6:30 മണി എന്തോ ആയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിദ്ധാപുരത്തിൽ നാഷ്ട എല്ലാം ആക്കിയിട്ട് ഇവിടെ നിന്ന് നേരെ നമ്മൾ കൊട്ടിയൂർ അമ്പലത്തേക്ക്. അല്ല അതിരിക്ക നമ്മളിഞ്ഞ് എവിടെ വെച്ചിട്ട് കാണാം? കൊട്ടിയൂർ അമ്പലത്തിൽ വെച്ചിട്ട് കാണാം നമുക്ക്. നമ്മൾ നാഷ്ടാക്കാൻ വന്നതിന് പത്തല്. ഇതെന്ത് കടലയാ? ഇത് ഗ്രീൻ പീസ്. അമ്പലമായ കൊണ്ട് ഫുള്ള് പച്ചക്കറി. ഇവിടെ ഇവിടുത്തെ രാവിലെ എന്ത് ചോദിച്ചുണ്ടായതപ്പ നീ ഇപ്പം? ബിരിയാണി. രാവിലെ ബിരിയാണി തണുപ്പ്. അപ്പോൾ നമുക്ക് നാഷ്ടാക്കിയിട്ട് പുറപ്പെടാം അല്ലേ? നല്ല വൈബ്, മോർണിംഗ് വൈബ്. മയം അടിച്ചിട്ട് വെതറെല്ലാം നല്ല തണുപ്പായിട്ട് നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് പുറപ്പെട്ടിന്. ഇനിയൊരു ഇച്ചിരി സമയത്തിൽ നമ്മൾ അമ്പലത്തേക്ക് എത്തിയത് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളിലെല്ലാം കാണാം. അപ്പോൾ നമ്മൾ പേട്ട എത്തി. അതന്നെ ഗടിയാറ കമ്പ. നമ്മൾ മടക്കര എത്തുമ്പോൾ മടക്കരയിൽ കാണുമോ നമ്മളുടെ ഫീൽഡ് മാർഷൽ KM കാര്യപ്പൻ്റവരുടെ ഒരു സ്റ്റാച്യു. അത് മടക്കരയ്ക്ക് ഐഡൻറ്റിഫൈ ആയി പറഞ്ഞെങ്കിൽ പേട്ടയ്ക്ക് ഈ ഗടിയാറ കമ്പ ഫേമസ്. പഴയ കാലത്തിൻ്റെ കമ്പ. അപ്പോൾ നമ്മൾ പേട്ട എത്തിന്. ഇനി ഒരു ഇച്ചിരി പോയെങ്കിൽ നമ്മൾക്ക് കേരള എത്താം. അപ്പോൾ നമ്മൾ മാമാണ അമ്പലത്തേക്ക് എത്തിന്. ധന്യ അവിടെ പോയി നിന്നിന്. എന്തിനുള്ളത് ഇത്? തട പൊട്ടിക്കാനുള്ള തേങ്ങ നമ്മൾ ഇനി കുളത്തിൽ പോയിട്ട് ഒന്ന് കഴിഞ്ഞിട്ട് മേലെ നടുക്കും. പോയല്ലപ്പാ ചെറ, ദൈവത്തിൻ്റെ ചെറ തേങ്ങ കഴിക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടുണ്ട്. മീനുണ്ടല്ലേ? ഓ, തേങ്ങ കഴിക്കാനില്ല അങ്ങനത്തെ ഒരു ചെറിയ കുളം. കുറേ പൈസ എല്ലാം ചാടീനെ. നല്ല താമരപ്പൂവുണ്ട്. താമരപ്പൂവിൻ്റെ മേലെല്ലാം പൈസ. ഇതാ ധന്യ തേങ്ങ കഴിക്കാൻ പോയിക്കൊണ്ടുണ്ട്. അപ്പോൾ തേങ്ങ കഴിക്കാൻ വന്ന ആള് താമരനെ കാണുമ്പോൾ ഫുള്ള് താമരൻ്റെ കൂടെ ആയിന്. നല്ലുണ്ട്. ചെര എന്നെ കാണാനൊരു ഭയങ്കര സുന്ദരമായിട്ടുണ്ട്. താമരപ്പൂ സൂപ്പറായിന്. കൊട്ടിയൂർ പൂ ചെര തന്നെ നല്ല വൃത്തിയിൽ നല്ല പാങ്ങലുണ്ട്. ഇവിടെ വന്നിട്ട് തേങ്ങ കൈകൾ അത്ര. അപ്പോൾ നമ്മൾ തേങ്ങ കൈകാൻ വന്നിന്. പോയിട്ട് അവിടെ ക്യൂ നിൽക്കണല്ലേ? ഇപ്പോൾ നമ്മൾ വന്ന സമയത്തിൽ കറക്റ്റായിട്ട് പൂട്ടി. ഇപ്പോൾ 1 മണിക്കൂർ കാത്തിട്ട് പോയിക്കൊണ്ടുണ്ട്. അമ്പല നടയിൽ നമ്മളിപ്പോൾ ക്യൂ നിന്നിന്. കുറേ ആൾക്കാരുണ്ട് ബാക്ക്. അത് നമ്മൾ ഫസ്റ്റേ നിന്നിന്. ഇപ്പോൾ ഇവിടെ ഗേറ്റ് ഓപ്പൺ ആക്കിയത് ഫസ്റ്റ് നമ്മളായിരിക്കും പോലെ. ദൈവമേ കാത്തുരക്ഷിക്കണേ. അപ്പോൾ ഗേറ്റ് ഓപ്പൺ ആക്കിയതിന് നമ്മളെല്ലാവരും പോയിക്കൊണ്ടുണ്ട്. മറിസ്തംഭനം നീക്കേണ്ട നാളികേരം നടക്കു താഴെയുള്ള കൗണ്ടറിൽ നിന്നും വാങ്ങേണ്ടതാണ്.
കുളം ഫൈനലി ഈ മരത്തേക്ക് എന്തോ ഒരു വിശേഷം ഉണ്ടത്ര. ഇതിൽ കുറേ പൂക്കളാവും ഈ സമയത്ത്. ഇപ്പം നമ്മൾ വരുമ്പോൾ ഒരേ ഒരു പൂവുണ്ട്. ഇതെന്ത് പൂവിന് ദയവ് ചെയ്തിട്ട് നമ്മളുടെ വീഡിയോ നോക്കുന്നവർ കമൻറ്റിൽ അറിയിക്കണേ. ഇതെന്തോ ഭയങ്കര ഒരു അത്ഭുതമായ അങ്ങനത്തെ ഏതോ ഒരു പുഷ്പം. അപ്പോൾ ഇതിൻ്റെ വിവരം പറയണേ അറിഞ്ഞവർ. അപ്പം നമ്മൾ മാമാൻ അമ്പലത്തിക്കെല്ലാം പോയി പൂജയെല്ലാം കഴിഞ്ഞ് വന്ന് കുരിയെല്ലാം തന്നിന് അതെല്ലാം ഇട്ടിട്ട് ഇതാ ഈ അത്ഭുതം ഒരു ഭയങ്കരമായ ഒരു പുഷ്പം ഇപ്പം ആയതുകൊണ്ടല്ലേ അതിൻ്റെ അടുത്ത് നിന്നിന്. അപ്പോൾ നമ്മളിഞ്ഞ് നെക്സ്റ്റ് മാമാൻ അമ്പലത്തിൽ തന്നെ ചോറുണ്ടിട്ട് കൊട്ടിയൂർ പോവാം. അപ്പോൾ മാമാനത്തിൽ നമ്മൾ ചോറുണ്ടുകൊണ്ട് ഇത് വീഡിയോ ഒന്നും ആക്കാൻ പാടില്ല. ആയെങ്കിൽ വീഡിയോ ആക്കിയിട്ട് അപ്പോൾ ചോറെല്ലാം ഉണ്ടിട്ടായതും ഒരു പായസം കിട്ടി. ദൈവത്തിൻ്റെ പ്രസാദം. അമ്പലത്തേക്ക് പോയി പൂജയാക്കി ചോറെല്ലാം ഉണ്ട്. ഇപ്പം നമ്മൾ പുറത്തിറങ്ങിന്. ഇനി നമ്മളുടെ അടുത്ത യാത്ര കൊട്ടിയൂർ അമ്പലത്തേക്ക്. അപ്പോൾ നമുക്കവിടെ പോവാം. അപ്പോൾ ഞങ്ങൾ ഏകദേശം കൊട്ടൂർ അമ്പലത്തേക്ക് എത്താനായി. അല്ല തന്നെയാ വലിയ കുന്നെല്ലാം കണ്ടുകൊണ്ടുണ്ട് അവിടെ. എങ്ങനെയുണ്ട് നോക്കാം. അതിക്ക് വലിയ കുന്ന്. അമ്പലം എത്താനായി. വലിയ വലിയ കുന്ന് കാണാൻ തുടങ്ങി. അപ്പം നമ്മൾ കൊട്ടൂർ അമ്പലം അല്ലേ, കൊട്ടൂർ അമ്പലത്തേക്ക് എത്തി. എല്ലാവരും മുണ്ടു ഷർട്ടെല്ലാം ഉടുത്തിട്ട് ഇവിടെ കമ്പൽസറി മുണ്ട് ഷർട്ട് കൊടുത്താണ് അത്ര. അപ്പോൾ റോഡ് സൈഡിലെ എല്ലാം വിൽക്കാൻ പറ്റിന്. അങ്ങനെ കുട്ടികൾക്കുണ്ടായി, എനിക്കുണ്ടായിട്ടില്ല. ഞാനൊരു മുണ്ടും ഒരു ഷാളും എടുത്ത് ഇപ്പോൾ അമ്പലത്തിൽ പോയിക്കൊണ്ടുണ്ട്. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് അവിടെ ഉള്ളിലത്തെ വിശേഷങ്ങളെ കാണാം. അപ്പോൾ നമ്മൾ കൊട്ടൂർ അമ്പലത്തേക്ക് എത്തി. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞുകൊണ്ടല്ലേ ഇവിടെ തിക്ക് തിരക്കിന് അങ്ങനത്തതൊന്നും ഇല്ല. അല്ല ഇന്ന് നമ്മൾ വന്ന കൊണ്ട് ഇത്ര ഫ്രീ ഉണ്ട് ഇല്ലതാന്ന് അറിയില്ല. അപ്പോൾ ഭാഗ്യം നമ്മൾക്ക് വരുമ്പോൾ അത്ര ആൾക്കാരിൻ്റെ തിക്ക് തിരക്കൊന്നുമില്ല, ഫ്രീ ആയിട്ടുണ്ട്. നോക്കാം, നമ്മൾ അകത്ത് പോയിക്കൊണ്ടുണ്ട്. പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളിനെ കാണാം. ഫുള്ള് പെൺകുട്ടികൾക്കുള്ളത്. ഹായ്. ഇതാ കണ്ട എങ്ങനെയുണ്ട് തന്നെ കളർ കളർ കുങ്കുമം. ഇത് കുങ്കുമ ബോക്സാ. ആണക്കുട്ടി വെറൈറ്റി കളിക്കോട്ടം. ഇത് ധന്യ വന്നിട്ട് സ്റ്റെക്കായ സ്ഥലം അതാ. എടുക്കത്തിക്ക എന്താ രസല്ലേ. ഇപ്പോൾ അതിന് മാത്രം വെറൈറ്റി ഓഫ് കളക്ഷൻസ്. വീഡിയോയിലെല്ലാം നോക്കി കണ്ടുകൊണ്ടുണ്ടായല്ലേ ഇതേ കാഴ്ച. അപ്പോൾ നമ്മളും ആ സ്ഥലത്തേക്ക് എത്തി. ഇവിടേക്ക് വരണമെന്ന് കുറേ ആഗ്രഹിച്ചുകൊണ്ടായി. പിന്നെ നോക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ആയിട്ട് മുടങ്ങിക്കൊണ്ടായി. ഇപ്പോൾ ദൈവം കാര്യം സാധിച്ചു തന്നു അല്ലേ. അവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകണത്ര. എന്ത് പറ? ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇതെവിടെ നമ്മളുടെ കന്നഡത്തിലും എഴുതിന്. ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇതെന്ത് തന്നെയാ മേലെ ഇട്ടിട്ടില്ലേ? ആ ഓള.
അപ്പോൾ നമ്മൾ നല്ല ഒരു കെണിയിൽ കെണിഞ്ഞിന് ഫുള്ള് ഫ്രണ്ടും ബാക്കും ജാമായി പോയി. നോക്കാം ഇനി എത്ര മണിക്കൂർ ഇവിടെ നിൽക്കണമെന്ന് അറിയില്ല. ഇതാ ഇവിടെ ഇങ്ങനെ ഫുൾ ഡ്രസ്സ്. അപ്പോൾ നമ്മൾ ഫൈനലി ഉള്ളിലേക്ക് വന്ന് തിരക്ക് മാത്രം തിരക്കന്നെ. ഇങ്ങോട്ട് നടക്ക്. ഇതാ മെയിൻ സ്ഥലം. തിരക്ക് തിരക്കന്നെ എന്തായെങ്കിലും ശരി. ഭയങ്കര തിരക്ക്, കുറെ കണ്ടമാന തിരക്ക്. അതുപോലെല്ലാം പറയുമ്പോൾ വെറുതെ വിചാരിച്ച് നല്ല തിരക്കുണ്ട്. ഇതന്നെ അമ്പലത്തേക്ക് പോവൻ്റെ സ്റ്റെപ്പ്. ഇപ്പൊ ധന്യ വേറെ നമ്മൾ വേറെ ആയിന് മാത്ര ഭയങ്കര ഒരു മനസ്സൊക്കെ സന്തോഷം തരുന്ന ഒരു സ്ഥലം. ആ ഇപ്പൊ ധന്യ കിട്ടി, മിസ്സായിട്ടുണ്ടായി. ഇപ്പൊ നമ്മള് വെള്ളത്തേക്ക് ഇറങ്ങി. ധന്യ ഇങ്ങോട്ട് വാ. അതൊക്കെ കൈവിടരുത്. ഇവിടെ ഒരു സ്ഥലത്തിൽ തീർത്ഥം കൊടുത്തോണ്ട് ഇപ്പുറത്ത് വെള്ളം ഈ കളറുണ്ട്. തീർത്ഥത്തിന്റെ വെള്ളം ഇതാ ക്ലാരിറ്റി ഉണ്ട് വെള്ളത്തേക്ക്. ഭയങ്കര അത്ഭുതം തന്നെ. ഇവിടെ ഇത്ര വെള്ളം ഇങ്ങനെ ഉണ്ട്. ഇതേ അത്ഭുതം ഇവിടെ കണ്ട വെള്ളം എങ്ങനെ ക്ലാരിറ്റി ഉണ്ട്. ഇതെന്നെ തീർത്ഥമായിട്ട് കൊടുത്തോണ്ടുണ്ട്. അപ്പോൾ ഭയങ്കര കാര്യം തന്നെ. ഇതൊരു ദൈവം. കല്ല് തേക്കിന് വെട്ടുവെക്കല്. അപ്പോൾ നമ്മളും അത്ര അമ്പലത്തേക്കെല്ലാം വന്ന് ഭയങ്കര തിരക്കില്ല വെള്ളത്തിൽ നിന്നിന്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് വരാം. അതിക്ക് അവിടെ മുങ്ങിക്കൊണ്ടുണ്ട്. ഇതാ ധന്യൊക്കെ കിട്ടീന് കല്ല്. ഇത് എങ്ങനെ പറ, ഇത് ഇതില് കല്ല് മുങ്ങിച്ചെടുത്തിട്ട് ഉറങ്ങി നോക്കണം അത്രേ. അപ്പൊ ഒരാൾക്ക് ഭസ്മം വരും, ഒരാൾക്ക് ചന്ദനം വരും, ഒരാൾക്ക് കുങ്കുമ വരും. എനക്ക് എന്ത് വരും നോക്കാം. എനിക്ക് ചന്ദനം. ഭയങ്കരല്ലേ ഇപ്പൊ ഇത്. ഇവിടെ നോക്കി കല്ല് തേച്ചത്. ഇതിൽ അവൾക്ക് കിട്ടിയിട്ടുള്ളത് ചന്ദനം. നല്ലോണം തേക്കഞ്ഞൊരു ആ മതി. കേട്ടെ ഇത കല്ലിന്ന് കിട്ടിയ ചന്ദനം. ഇത് രണ്ട് അത്ഭുതം കണ്ടായ ഞാന്. ഒന്ന് ഇതൊന്ന്, പിന്നെ അവിടെ വെള്ളത്തിന്റെ അടുത്ത് ക്ലിയർ വെള്ളം തീർത്ഥം നല്ലല്ലേ. ഇപ്പൊ ധന്യൊക്കെ ചന്ദനം കിട്ടിയതിനെ കൊണ്ട് അദ്വൈക്കിന്റെ അടുത്ത് രണ്ട് കല്ല് എടുക്കാൻ പറഞ്ഞു. എടുക്ക കല്ല് എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവാ. രണ്ട് കൊണ്ടുവാ. തേക്ക് എഞ്ചിനിക്ക് നല്ലോണം തേക്ക് സ്പീഡില് തേക്ക്. അതിൽ കളർ വരുന്നവരെ തേക്കണോ. ഒന്നാ ചന്ദനോ ഭസ്മോ ഇല്ലെങ്കിൽ കുങ്കുമോ. ഇല്ല അമ്മക്ക് കൊടുക്ക് തേക്കട്ടെ. എന്നാ Daddy.
ചന്ദന. എനിക്ക് ചന്ദനം. അത് അത്ര ക്ലിയർ ഇല്ല, നിനക്ക് കിട്ടിയത് നല്ല ക്ലിയർ ഉണ്ടായി. ഇതൊരു സംഗതി ഭയങ്കരമായി. ഇത് എന്തിലാക്കൽ അത്ര? ഇത് ഓലയില് മുള. ഇതിന്റെ ബാക്കിൽ ഒരു വലിയ കഥ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ആ കഥ അറിയില്ല. ഋഷിന്റെ താടി. അപ്പോൾ ഇതിന്റെ കഥ അറിയുന്നവർ നമുക്ക് ചെറുങ്ങനെ നമുക്ക് മനസ്സിലാവുന്ന അങ്ങനെ ഒരു ചെറുങ്ങനെ പറഞ്ഞു തരാം കമന്റിൽ. ഇത് ധന്യ പറയുന്നുണ്ട് ഇത് ഋഷിന്റെ താടിന്ന്. തന്നെ എന്ത് തന്നെ ഇത് പറഞ്ഞേ? മുള, ബാമ്പു. ബാമ്പു അല്ലേ? അപ്പോൾ ഇതാ ഇതൊന്ന് ആക്കിക്കൊണ്ടിരുന്നത് കണ്ട. ഇത് ഭയങ്കര മെനക്കെട്ട് കുറേ പണിയില്ല കാര്യങ്ങളൊന്നും കുറേ ലൈനായിട്ട് വെച്ചിന്. കാണുമ്പോൾ നല്ല രസമുണ്ട്. അതിന് പണി കുറേ ഉണ്ട് അല്ലേ? എന്താ ഉരുളിൻ്റെ മൊത്തവും പൈസ തന്നെ. ഇത് ഇക്കര കൊട്ടിയൂർ അല്ലേ? അക്കര കൊട്ടിയൂർന്ന് ഇപ്പൊ ഇക്കര കൊട്ടിയൂർക്ക് വന്നതുകൊണ്ട് ഇവിടെയും തിരക്കുണ്ട്. അപ്പൊ നമ്മള് കാക്ക, നിങ്ങളുടെ പേര് കാക്ക? ചന്ദ്രൻ. താങ്ക് യു. എന്തിന് താങ്ക് യു പറഞ്ഞാൽ നമ്മൾ ഈ അമ്പലത്തേക്ക് വന്നിട്ട് പ്രസാദത്തേക്ക് വേണ്ടിയിട്ട് കുറേ സ്ഥലത്തിൽ പോയി. അപ്പോൾ എല്ലാ സ്ഥലത്തിലും ഫോൺ പേ എവിടെ ഇല്ല, ഒരു ക്യാഷ് നമ്മളുടെ അടുത്ത് ആയെങ്കിൽ പൈസ ഇല്ല. എന്നിട്ട് ഇങ്ങനെ വരുമ്പോൾ കാക്ക നമ്മൾക്ക് ലാട്ടറി തരുമ്പോൾ അതിൻ്റെ കുറേ ലേസക്ക പൈസയും തന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ പ്രസാദം എടുത്തിട്ട് വീട്ടിൽ പോയിട്ടുണ്ട്. അതിനെ കൊണ്ട് ഒരിക്കൽ കൂടി താങ്ക് യു. ഇത് വൈകുന്നേരം ടെമ്പിൾക്ക് പോകാനില്ല വെഹിക്കിൾസ് ഫുള്ള് ജാമായി പോയിന്. ഇനി നൈറ്റ് നല്ല തിരക്കുണ്ടാവും, ഫുൾ ട്രാഫിക്. നമ്മളിപ്പോൾ അവിടെ പോയി തിരിച്ചു വന്നുകൊണ്ട് ഇനി പോകുന്നവരെല്ലാം ഈ ജനങ്ങളെല്ലാം അവിടെ എത്തിയാൽ പിന്നെ ഭയങ്കര തിരക്കായിരിക്കും അവിടെ. കിലോമീറ്റർ കണക്കിൽ ഇതേമാതിരി ഉണ്ട് വെഹിക്കിൾസ്.